അവൻ എന്നെ മനഃപൂർവ്വം ആക്രമിച്ചു. ഈ മനഃപൂർവ്വം ഇതിനെന്താ നമ്മൾ പറയുന്നത്? ഹി deliberately attacked me. അവൻ എന്നെ മനഃപൂർവ്വം ആക്രമിച്ചു. ഹി deliberately attacked me. അപ്പൊ മനഃപൂർവ്വത്തിന് എന്താ പറയുന്നത്? deliberately പറയാം, അല്ലെങ്കിൽ intentionally എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് അത് അബദ്ധവശാൽ സംഭവിച്ചതാണ്. അബദ്ധവശാൽ. It happened unintentionally എന്ന് പറയാം. unintentionally എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധവശാൽ. ഓക്കെ, it happened unintentionally. അതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. അത് ഒരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. അതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. ഇറ്റ് വാസ് ആൻ അൺഎക്സ്പെക്ടഡ് ഇവന്റ്. അപ്പം അപ്രതീക്ഷിതം എന്നെങ്ങനെ പറയുന്നത്? അൺഎക്സ്പെക്ടഡ് എന്നാ പറയുന്നത് കേട്ടോ. അൺഎക്സ്പെക്ടഡ്. അടുത്തത് അത് യാദർശികമായി സംഭവിച്ചതാണ്. ഈ യാദർശികം അതെങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഹാപ്പൻഡ് കോയിൻസിഡന്റ്ലി. യാദൃശികമായി സംഭവിച്ചതാണ്. ഇറ്റ് ഹാപ്പൻഡ് കോയിൻസിഡന്റ്ലി. അപ്പം മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി, അബദ്ധവശാൽ അൺഇൻറ്റൻഷനലി, അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്ടഡ്, യാദൃശികമായി കോയിൻസിഡന്റ്ലി.